ഹായ്, നമസ്കാരം. ഞാൻ വിനോദാണ്. വിരാടം വിനോദം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പം ഹാപ്പി ക്രിസ്മസും മെറി ക്രിസ്മസും ഒക്കെ വെച്ചിരുന്ന ബോർഡുകളും നക്ഷത്രങ്ങളും ഒക്കെ കാണുമ്പോൾ ഒരു തോന്നലുണ്ടാവും. ആ ഒരു തോന്നലാണ് ഈ വീഡിയോയ്ക്ക് ആധാരം. ക്രിസ്മസ് സീസൺ എന്ന് പറഞ്ഞാൽ പ്രധാനം ഒരു കോഴിക്കറിയാണല്ലോ. അപ്പോൾ ഇന്നൊരു കോഴിയെ മേടിക്കുന്നു. ആ ഒരു കോഴിയെ കൊണ്ട് എന്തെല്ലാം കറികൾ വെക്കാൻ പറ്റും, എന്തൊക്കെ അവനെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഗവേഷണമാണ്, നല്ലൊരു അന്വേഷണമാണ് ഈ വീഡിയോയ്ക്ക് പിറകിലുള്ളത്. നേരെ ബംഗാളിയുടെ കോഴിക്കടയിലേക്ക്. ബംഗാളിയെ കാണുന്നു, നമ്മുടെ ആവശ്യം ഉണർത്തിച്ചു. അവനൊരു കോഴിയെ പൊക്കി കാണിച്ചു. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞു ഒരു ഇന്ന സൈസിലൊക്കെ മുറിച്ചോളൂ. ആശാനൊരു സന്തോഷം. അവൻ മുറിച്ച് സാധനത്തിനെ സഞ്ചിയിലാക്കി തന്നോട്ടു. വീട്ടിൽ വന്നപ്പോഴേക്കും ഭാര്യ കോഴിയെ കഴുകി അതിനെ തയ്യാറാക്കാനുള്ള കറി കൂട്ടുകളെല്ലാം ശരിയാക്കി വെച്ചു. ആദ്യം ഉണ്ടാക്കുന്നത് എന്താണെന്നറിയോ, ഒരു ചിക്കൻ സ്റ്റൂ ആണ്. ചിക്കൻ സ്റ്റൂവും ഒരു നാടൻ കറിയും. നാടൻ കറിക്കുള്ള പീസുകളാണ് ഞാനീ മുറിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ചിക്കൻ സ്റ്റൂവിന് തയ്യാറെടുപ്പിനായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. തേങ്ങ, പാലുണ്ട്, ഉള്ളിയുണ്ട്. ഇപ്പോൾ സ്റ്റൂവിൻ്റെ കൂടെ തിന്നാനായിട്ടോ ഒരു പാക്കറ്റ് ബ്രെഡും കൂടെ നമ്മൾ മേടിച്ചു. ബ്രെഡിനെ ഒന്ന് മൊരിച്ച് ശരിയാക്കി. നാടൻ കറി അപ്പോഴത്തേക്ക് നമ്മൾ ശരിയാക്കി. നാടൻ കറിയായി, ചിക്കൻ സ്റ്റൂ ആയി. അപ്പോൾ എല്ലാം ടേബിളിൽ വിളമ്പി. കുറച്ച് കപ്പയും നമ്മൾ ശരിയാക്കി വെച്ചു. നാടൻ കറിയും കപ്പയും നല്ലതായിരിക്കുമല്ലോ. ഈ സ്റ്റൂവും ബ്രെഡും നാടൻ കപ്പ പുഴുങ്ങിയതും അങ്ങനെ അവയെല്ലാം ടേബിളിൽ നിരത്തി വെച്ചു. മക്കളെ വിളിച്ചു, ഭാര്യയായി. ഇനി ഇത് കഴിക്കുന്ന പരിപാടിയാണ്. എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് 9 മണിക്ക് കഴിക്കേണ്ടത് 11 മണിയായപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. കൂട്ടത്തിലൊരു ഓരോ കട്ടൻ ചായയും, അതും മിൻ്റൊക്കെ ഇട്ട നല്ല കട്ടൻ ചായയുടെ ആയപ്പോൾ 11 മണിയുള്ള ചാപ്പാട് ഏതാണ്ട് പൂർണ്ണമായി. ഇപ്പോഴും ഒരു ചിക്കൻ വാങ്ങിയിട്ട് അതിൻ്റെ 2 കറികളേ ആയിട്ടുള്ളൂ. ഇനിയും വരുന്നുണ്ട്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഭാര്യ ഓരോ സാധനങ്ങളായി ഓരോരുത്തരുടെ ടേബിളിൽ വിളമ്പി. ആദ്യം ബ്രെഡ് വെച്ചു, പിന്നെ ചിക്കൻ സ്റ്റൂ ഒഴിച്ചു. ഓരോരുത്തർക്കും ഓരോ കട്ടൻ ചായ ഗ്ലാസ്സിൽ കൊടുത്തു. വേണ്ടവർക്ക് വേണ്ടിയിട്ട് ടേബിൾ കറക്കി കൊടുത്തു. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ബ്രഞ്ച് റെഡിയായി. അങ്ങനെ ഉച്ച കഴിഞ്ഞു. ഉച്ച കഴിഞ്ഞപ്പോൾ ചിക്കൻ്റെ 3ാമത്തെ ഐറ്റം, ലെഗ് പീസുകളിട്ടുള്ള ബ്രസ്റ്റ് പീസുമൊക്കെ എടുത്തിട്ടുള്ള ചിക്കൻ റോസ്റ്റും നെയ്ച്ചോറും പിന്നെ തേങ്ങാ ചമ്മന്തിയും. ഇതൊക്കെ നമ്മുടെ സ്വന്തം കോമ്പിനേഷൻസുകളാണ്. വൈകുന്നേരമായി. രാത്രി ഭക്ഷണത്തിന് ചിക്കൻ്റെ 4ാമത്തെ ഐറ്റം ബട്ടർ ചിക്കനും കള്ളപ്പവും വൈകിട്ടുണ്ടാക്കി.
ഇവിടെയൊക്കെ റെസിപ്പി നമ്മൾ പതിയെ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും കാണുക, ആസ്വദിക്കുക, സന്തോഷമായിട്ട്. ഒരു ചിക്കൻ കൊണ്ട് 4 ഐറ്റങ്ങളാണ് ഇന്ന് ഉണ്ടാക്കിയത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, സന്തോഷമായിരിക്കുക. ഈ വീഡിയോ ആസ്വദിച്ചതിന് വളരെയധികം നന്ദി.